നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തിയ അനധികൃത പാറ ഖനനം. നിർമ്മാണം നടക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള ഗ്യാപ് റോഡിന്റെ താഴ്ഭാഗത്ത് ചൊക്രമുടിയിൽ. നൂറുകണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തിയതായും തടയണ കെട്ടി ഗോത്രജനതയുടെ കുടിവെള്ളം തടസ്സപ്പെടുത്തിയതായും ആരോപണം. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തുടരുന്നു. വൈസ് ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയത്തിൽ ഒപ്പിട്ട 5 മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല. ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഊരുമൂപ്പന്മാർ. വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു. അതേസമയം വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്ത്. കുമളി വ്യാപാര ഭവനിൽ വനിതാ കമ്മീഷൻ ഇടുക്കി ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. മദ്യപാനശീലം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാഴ്ചകളാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തുകളിലുടനീളം കാണാൻ കഴിയുന്നതെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തിയ അനധികൃത പാറ ഖനനം നടക്കുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള ഗ്യാപ് റോഡിന്റെ താഴ്ഭാഗത്ത് ചൊക്രമുടിയിലാണ് നിർമ്മാണം നടക്കുന്നത്. കൂടാതെ നൂറുകണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തിയതായും തടയണ കെട്ടി ഗോത്രജനതയുടെ കുടിവെള്ളം തടസ്സപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ബൈസൺ വാലി വില്ലേജിൽ ഉൾപ്പെടുന്ന ചൊക്രമുടി ഭാഗത്താണ് അനധികൃത നിർമ്മാണം നടക്കുന്നത്. വീട് നിർമ്മിക്കാൻ ലഭിച്ച NOCയുടെ മറവിൽ റവന്യൂ ഭൂമി കയ്യേറി കുന്നുകൾ ഇടിച്ചു നിരത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗ്യാപ് റോഡിൽ പതിവായി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലയിൽ നിന്നും 200 മീറ്ററോളം മാത്രം മാറിയാണ് നിലവിലെ അനധികൃത പാറ ഖനനവും നിർമ്മാണവും നടക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രദേശത്തിന്റെ നിലനിൽപ്പിനും ഭീഷണി ഉയർത്തിയാണ് വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഞങ്ങളെല്ലാം ഒഴിച്ചു പൊക്കോളോ, സർക്കാർക്ക് കിട്ടാനുള്ളതൊക്കെ ഇവന്മാരുടെ റിസോർട്ടുകാരുടെ അടുത്ത് മേടിച്ചെടുത്തോട്ടെന്ന് ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ നിർത്തുക ഇതോടെ, ബാക്കി ഞങ്ങൾ മരിക്കാൻ റെഡിയാ. സർക്കാർ വന്ന് റവന്യൂ മിനിസ്റ്റർ രാജൻ സാർ ഓർഡർ കൊടുത്തു, സ്പെഷ്യൽ ഓർഡർ കൊടുത്തെന്ന് പറഞ്ഞാണ് ഈ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. ആ റവന്യൂ മിനിസ്റ്റർ ഈ സ്ഥലത്ത് വന്ന് കണ്ട് അങ്ങേര് എങ്ങനെ ഓർഡർ കൊടുത്തെന്ന് ഇവിടെ ഉള്ള ആദിവാസി ജനങ്ങളെ SC/ST ജനങ്ങൾക്ക് ബോധിപ്പിക്കുക. ഞാൻ ഓർഡർ കൊടുത്തത് ഇങ്ങനെയാണ്, കളക്ടർ ഓർഡർ കൊടുത്തെന്ന് പറയുന്നു, RDO ഓർഡർ കൊടുത്തെന്ന് പറഞ്ഞു, തഹസിൽദാർ ഓർഡർ കൊടുത്തു, വില്ലേജ് ഓഫീസർ ഓർഡർ കൊടുത്തു. അത് കാരണം കൊണ്ട് ഇവിടെ തകർപ്പം പണിയാൻ നടക്കണേ. എന്തുകൊണ്ട് ചെയ്യുക? ഞങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കണു. ഇത്രയും കാലം ഈ മലയെ കാത്തു സൂക്ഷിച്ചതാ. ഇവിടെ വരയാടുകളും കാട്ടുപോത്തുകളും. ഇപ്പം ഇവിടെ വരുന്ന ആനകളൊക്കെ താള ഓടിച്ചിടുക. അവിടെ ഉള്ള ഏലങ്ങളൊക്കെ ചവിട്ടിക്കൊട്ടി ഏക്കർ കണക്കിന് കൃഷികൾ നാശിച്ചുകൊണ്ടിരിക്കുക ബൈസൺ വാലിക്കാരുടെ. താഴ്വാരത്ത് മുട്ടുകാട് ഉൾപ്പെടെയുള്ള വലിയ ജനവാസ മേഖലയാണ്. അശാസ്ത്രീയ ഖനനം ഉരുൾപൊട്ടലിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് തങ്ങളെന്ന് നാട്ടുകാർ പറയുന്നു. ആ വ്യാജ പട്ടയത്തിൽ NOC മേടിച്ചേക്കുന്നത് സാധാരണ നമ്മളൊരു വീട് വെക്കാൻ NOC അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബത്തിന് ഒരു വീട് വെക്കാനുള്ള അനുമതി അതിലാണുള്ളത്. ഇവിടെ ഭാര്യയ്ക്ക് ഒരു വീട് വെക്കാൻ അനുമതി, തൊട്ടടുത്ത് തന്നെ ഭർത്താവിന് വീട് വെക്കാൻ NOC, അങ്ങനെ ദൈവം തലച്ചിക്കാൻ 2 NOC കൊടുത്തിരിക്കുക. അപ്പോൾ ഈ വ്യാജ ഭൂമാഫിയയ്ക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിൻ്റെ പ്രത്യേകത വളരെ ഗുരുതരമായി. കാരണം വെച്ചാൽ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു ST ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒരു 300ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട 50 ആളുകളുണ്ട്. അതിന് തൊട്ട് താഴെ ജനവാസ മേഖലയാണ്. ഇഷ്ടംമാതിരി വീടുകളുമുണ്ട്. ഈ വയനാട്ടിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളും അവരുടെ ജീവനോപാധി എല്ലാം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ റവന്യൂ വകുപ്പിൽ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ നിർമ്മാണം തടയാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ഇതിനകത്ത് ഓഫീസർമാരായാലും ശരി, ആരായാലും ശരി, കളക്ടറായാലും ശരി, ഇതിലെ പെട്ടെന്ന് ഒരു നിർമ്മാണം ആകണം. ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. മറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് മറിച്ച് കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓരോ പരാതി കൊടുക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ മനസ്സ് വെച്ച് നാട്ടുകാർ ഏറ്റവും കൂടുതൽ നാട്ടുകാരാ മനസ്സിലാക്കി നമ്മൾ ജീവിക്കണോ മരിക്കണോ ഇങ്ങനെയൊക്കെ തുറന്നു ഉണ്ടാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നാട്ടുകാരാണ്. ആ നാട്ടുകാർ മൊത്തം കൊട്ടി ഇറങ്ങിയിട്ട് ഇതൊന്ന് കണ്ട് എല്ലാം തീരുമാനിച്ചിട്ട് ഇവന്മാരങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കരുത്. തമിഴ്നാട് സ്വദേശിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. അതീവ പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ അധികൃതർ ഇടപെട്ടിട്ടില്ല. പ്രദേശത്തു നിന്നും മരങ്ങൾ മുറിക്കാനും പാറ ഖനനത്തിനും എങ്ങനെ അനുമതി ലഭിച്ചു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു.
തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തുടരുന്നു. വൈസ് ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. 5 മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല. BJPയും ഭരണകക്ഷിയായ LDFും അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു. തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണിക്കെതിരെയാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ പ്രമേയത്തിൽ ഒപ്പിട്ട 5 മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല. BJPയും ഭരണകക്ഷിയായ LDFും അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു. 35 അംഗ കൗൺസിലിൽ 6 കോൺഗ്രസ് അംഗങ്ങൾക്ക് പുറമെ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് സ്വതന്ത്രൻ എന്നിങ്ങനെ 8 അംഗങ്ങൾ മാത്രമാണ് ഹാജരായത്. 18 അംഗങ്ങളാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടത്. പ്രമേയത്തിൽ ഒപ്പിട്ട മുസ്ലിം ലീഗ് അംഗങ്ങൾ എത്തുമെന്നാണ് വിചാരിച്ചിരുന്നതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ K. ദീപക് പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ചാർജ് കൂടിയുള്ള ആൾ എന്ന നിലയ്ക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, എഞ്ചിനീയർ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനോ അവിടെ നടക്കുന്ന അഴിമതികൾ തടയാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ തീർച്ചയായും ഒരു പരാജയമായിരുന്നു, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ അവർ രാജിവെച്ച് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വൈസ് ചെയർപേഴ്സൺ ആ സ്ഥാനത്ത് കടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ദൗർഭാഗ്യകരമായി അവിശ്വാസത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഘടകകക്ഷി അതിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാം. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ ഇറങ്ങേറിയ ചില നാടകങ്ങളൊക്കെ നിങ്ങളും കണ്ടിരിക്കുമല്ലോ. ഞങ്ങളോടൊപ്പം നിന്നിരുന്നു. സൗഹൃദപരമായ ഒരു മത്സരം നടത്താമെന്നാണ് ഘടകകക്ഷി പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് UDFിലൊരു ധാരണ ഉണ്ടായില്ല. ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ധാരണ ഉണ്ടായില്ല. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ LDFിന് വോട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നുള്ള UDFിനുള്ളിലെ ഭിന്നതയാണ് ഇപ്പോഴും തുടരുന്നത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ് അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യം ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു. UDFിൽ ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തൊടുപുഴയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDFിലെ ഐക്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇനിയും ഈ നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കഴിയും. ഈ കൗൺസിൽ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല പ്രതിപക്ഷമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അതിന് UDFിൻ്റെ നേതാക്കന്മാർ തന്നെ മുൻകൈയെടുത്ത് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, UDFിനെ മൊത്തത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. മുസ്ലിം ലീഗ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നിലപാടെടുക്കുമെന്ന പാർട്ടി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂറിന്റെ പ്രഖ്യാപനവും നടപ്പായില്ല. കോൺഗ്രസ്, മുസ്ലിം ലീഗ് അനൈക്യം തുടർന്നാൽ വരും ദിവസങ്ങളിൽ UDFിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാകുമെന്നാണ് സൂചന. ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഊരുമൂപ്പന്മാർ. വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു. ലൈസൻസ് ഇല്ലാത്ത ഏജൻസി വിതരണം ചെയ്തത് നിരോധിച്ച ഭക്ഷ്യവസ്തുക്കളാണെന്നാണ് ഇവരുടെ ആരോപണം. അതേസമയം വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു. തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനി, മൂലക്കാട്, പൂച്ചപ്ര, കരിപ്പിലങ്ങാട് തുടങ്ങിയ ആദിവാസി ഊരുകളിലാണ് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത്. 1.5 മാസം മുമ്പായിരുന്നു സംഭവം. ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും വിതരണ ഏജൻസിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ആദിവാസി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ DYSPക്ക് പരാതിയും നൽകി. എന്നാൽ തങ്ങളുടെ പരാതി അവഗണിച്ചതായി ഊരുമൂപ്പന്മാർ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഊരുകളിൽ വിതരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തൊടുപുഴ ITDP ഓഫീസിൽ തിരികെ എത്തിച്ചതെന്നും ഊരുമൂപ്പൻ MI ശശി പറഞ്ഞു. ഇത് തികച്ചും ഞങ്ങൾ ചെയ്യുന്നത് നിയമപരമല്ല എങ്കിൽ ഞങ്ങൾ ഈ പറയുന്നത് അങ്ങനെ ഒരു സാധ്യത ഈ രാജ്യത്തുണ്ടോ? ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതി DYSPക്കാണ്, മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മാസത്തോളമായി കളക്ടറുടെ ഈ കള്ളാസി വന്നിരുന്നിട്ട് ഇതിൻ്റെ ഇപ്പം ഈ കുറ്റവാളി പറയുന്നത്, കുറ്റവാളി ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പോലെ ഈ എണ്ണക്കാരത്താണ്, അയാളെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ആ ആളിപ്പോൾ നേരെ സബ് കളക്ടറുടെ അടുത്ത് നേരിട്ട് ചെന്നിരിക്കുന്നു. അവിടെ വിധി പറയാൻ ഹിയറിങ്ങിന് ചെന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് നിയമപരമായിട്ട് ശരിയാണോ? ഞങ്ങൾ ഇവിടെ അവരുടെ വർത്തമാനം കേട്ടാൽ മതിയോ എന്ന് ഞങ്ങൾക്ക് അറിവില്ലാത്ത ആളുകളായതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്.
മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട്. 2018 ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേര സുഗന്ധി എന്ന പേരിലുള്ള വെളിച്ചെണ്ണയും വിതരണം ചെയ്തവയിൽ ഉൾപ്പെട്ടിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും വരെ ITDP ഓഫീസിലെ ഉപരോധ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഊരുമൂപ്പന്മാർ നിലപാടെടുത്തു. ഇതോടെ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. മദ്യപാനശീലം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാഴ്ചകളാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തുകളിലുടനീളം കാണാൻ കഴിയുന്നതെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി കുമളി വ്യാപാര ഭവനിൽ നടന്ന ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മദ്യം അത് ഉപയോഗിക്കുന്ന ആളിനെ മാത്രമല്ല അവരുടെ കുട്ടികളെയും കുടുംബത്തെയും ദോഷകരമായി ബാധിക്കുന്നു. നല്ല കുടുംബ അന്തരീക്ഷത്തിന് മാത്രമേ കുട്ടികൾക്ക് നല്ല ഭാവി നൽകാനാവൂ. അതുകൊണ്ട് മക്കളെ ഓർത്തെങ്കിലും മദ്യപാനശീലം ഒഴിവാക്കണം. കൗൺസിലിംഗിലൂടെയും ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള ശ്രമത്തിലാണ് വനിതാ കമ്മീഷനെന്നും അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു. പിന്നെ കുടുംബ പശ്ചാത്തലത്തിലുണ്ടാകുന്ന മറ്റു വിഷയങ്ങൾ, ചീത്തവിളി മുതലായ വിഷയങ്ങൾ, അത് അവർ തീർപ്പ് കൽപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അത് വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ നിരവധിയായ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ ഇന്ന് ഇവിടെ ഈ സിറ്റിങ്ങിൽ വന്നു. അതിൽ 11 ഫയലുകൾ പൂർത്തിയാക്കി ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതൊരു വിജയകരമായ ഒരു സംരംഭമായി. വേറെ മറ്റ് 3 കേസുകൾ റിപ്പോർട്ടിനായിട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത സിറ്റിങ്ങിലേക്ക് ആ കേസുകൾ വെച്ച് അത് തീർപ്പാക്കുന്നതിനായിട്ട് ശ്രമിക്കും. കുടുംബ വിഷയങ്ങൾക്ക് പുറമെ അയൽപ്പക്ക പ്രശ്നങ്ങൾ, വഴിത്തർക്കം എന്നിവയും അദാലത്തിൽ പരിഗണിച്ചു. ആകെ ലഭിച്ച 41 പരാതികളിൽ 11 എണ്ണത്തിലും പൂർണ്ണമായ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു. 3 എണ്ണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ്, നിയമവിദഗ്ധൻ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ കമ്മീഷൻ അംഗത്തെ സഹായിക്കുന്നതിനായി അദാലത്തിൽ പങ്കെടുത്തു. മഴവെള്ളം ഇറങ്ങി റോഡ് ഇടിഞ്ഞു താഴ്ന്നതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഇടുക്കിയിലെ ഒരു ഗ്രാമം. രാജകുമാരി കൊമ്മ്യൂണിറ്റി മേഖലയിലാണ് അപകട സാധ്യത ഉയർത്തി മണ്ണിടിയുകയും റോഡിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തത്. വലിയ മണ്ണൊലിപ്പിനിടയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്താണ് രാജകുമാരി B ഡിവിഷനിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള ഗ്രാമീണ പാതയിൽ മണ്ണിടിഞ്ഞത്. റോഡിന്റെ മധ്യഭാഗത്ത് ഗർത്തവും രൂപപ്പെട്ടു. മലമുകളിൽ നിന്നും മഴവെള്ളം ഒഴുകിയിറങ്ങി ഈ വർഷം വീണ്ടും മണ്ണിടിഞ്ഞു. ഇത് വലിയ മണ്ണൊലിപ്പിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മണ്ണിടിച്ചിൽ സാധ്യത പരിശോധിക്കാൻ ശാസ്ത്രീയ പഠനം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗ്യാപ്പ് റോഡിലെ പണിക്ക് ശേഷമാണ് ഇവിടെ ഇതുപോലെ ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. ഇത്ര ഇടിഞ്ഞിട്ടില്ലായിരുന്നു ഒരു വർഷം മുമ്പ്. അപ്പോൾ ഓരോ മഴ കഴിയുമ്പോഴും ഈ ഇടിച്ചിലിനിടയിൽ കൂടെ വെള്ളം ഇറങ്ങി ഇത് ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പറയുന്നത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം എന്നാണ്. അതായത് ഖനനം, അതുപോലെ പാറപൊട്ടിക്കല്, വലിയ നിർമ്മിതികളൊക്കെ വരുമ്പോൾ മണ്ണിന് ദുർബലമായ മണ്ണിന് വിള്ളൽ സംഭവിക്കുകയും വെള്ളം ധാരാളം കിനിഞ്ഞിറങ്ങുമ്പോൾ ആ ഭാഗത്ത് മഴ ധാരാളം പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം. ഇതിന് മേലുള്ള ഗ്യാപ്പ് റോഡിന് താഴെ അനേകം വലിയ ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള റിസോർട്ടുകൾ പണിത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉത്തരാഖണ്ഡിൽ സംഭവിച്ച പോലെയും കവളപ്പാറ, പെട്ടുമടി അതുപോലെയുള്ള ഇടിച്ചിലുകൾക്ക് കാരണം ഇതിന്റെ ഭാരം താങ്ങാനാവാതെ ഇത് പ്ലേറ്റുകൾ നിരങ്ങി മാറുമ്പോഴാണ് ഒരു പ്രദേശം തന്നെ സോയിൽ പൈപ്പിക്കും കൂടെ ഈ പ്രതിഭാസം ഉണ്ടായി അനേകം മനുഷ്യ ജീവനുകൾ മണ്ണിനടിയിൽ പോകുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രദേശവാസികൾക്ക് ഒരു ആംബുലൻസോ നടന്നു പോകാൻ പോലും പേടിക്കണം. ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ഇവിടെ ആളുകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് സർക്കാർ ഈ റോഡ് പണിത് കൊടുക്കുകയും ഗതാഗത യോഗ്യമാക്കി കൊടുക്കണമെന്നും, അതുപോലെ ഇവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ കുത്തനെ ചരിഞ്ഞ മലകളിലെല്ലാം ഈ പെരിച്ചാഴി മാന്തുന്ന പോലെ മാന്തി റിസോർട്ട് വെപ്പിക്കലും ഈ ഗ്യാപ്പ് റോഡിലെ അമിത സ്ഫോടനങ്ങൾ എത്രയും വേഗം നിർത്തിയില്ലെങ്കിൽ താഴെയുള്ള കൊങ്ങിണിസെറ്റി, മുട്ടുകാട് മുഴുവൻ മൂടപ്പെട്ടു പോകുന്നതാണ്. ഞങ്ങൾ പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഗ്യാപ്പ് റോഡിന് സമീപമുള്ള അശാസ്ത്രീയ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ് ഇവിടം. ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് 30-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് കർഷക മാർച്ചും കൂട്ടുധർണയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ.സി. വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന നഗരസഭയിലെ കല്യാണത്തണ്ട് മേഖലയിൽ 31-32 വാർഡുകളിലെ 1970 മുതൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള 43 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാനുള്ള ഗൂഢശ്രമം സർക്കാർ നടത്തുകയാണ്. വീടുകൾ, കൃഷിസ്ഥലങ്ങൾ, ക്ഷേത്രം, കുടിവെള്ള പദ്ധതി, PMGSY റോഡ്, നഗരസഭയുടെ വിവിധ റോഡുകൾ ഉൾപ്പെട്ട സ്ഥലമാണിത്. വിഷയം അതീവ ഗൗരവത്തോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. 27/11/2015 മുതൽ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിന് നിരവധി തവണ ഈ പ്രദേശത്തുള്ള ആളുകൾ പരാതിയും അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിക്കും അതുപോലെ ജില്ലാ കളക്ടർക്കും നിരവധി തവണ ഇവർ പരാതികളുമൊക്കെയായി സമർപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് MS നമ്പർ 374/15 RD തീയതിയായി 6/8/2015 ഉത്തരവ് പ്രകാരം 43 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാവുന്നതാണ് എന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണം മൂലം ജനങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നിരിക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 83 മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത്. കൃഷിയിടങ്ങൾ വന്യമൃഗശല്യത്താൽ നശിച്ചു പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ ജനങ്ങളുടെ അതിജീവനത്തിനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കർഷക കോൺഗ്രസ് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ആയിരക്കണക്കിന് കർഷകർക്ക് പട്ടയം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയുണ്ട്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ ശരിക്കും ജനവാസയോഗ്യമായ സ്ഥലങ്ങളിലേക്ക്, വീടുകളിലേക്ക് പോലും അതിക്രമിച്ച് കടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും നമുക്ക് സർക്കാർ വേണ്ട രീതിയിലുള്ള ഒരു നിയന്ത്രണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നില്ല. കർഷകരെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. നമുക്ക് മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പം ഭരണവർഗത്തിൻ്റെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് പരമാവധി കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് കെ.സി. വിജയൻ സമരം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട, കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി പാലക്കൽ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി, സംസ്ഥാന സമിതി അംഗം ജോയി ഈഴക്കുന്നേൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് ആനക്കല്ലിൽ, ജില്ലാ സെക്രട്ടറിമാരായ PS മേരിദാസൻ, സജിമോൾ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. പഞ്ചായത്ത് സെക്രട്ടറി VJ ജോജോയും പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് KK മനോജുമായി ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അഡ്വക്കേറ്റ് KK മനോജിന്റെ മാതാവിന്റെ പേരിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പൊതുപ്രവർത്തകനും മുൻ SC/ST കമ്മീഷൻ അംഗവുമായ അഡ്വക്കേറ്റ് KK മനോജിന്റെ മാതാവിന്റെ പേരിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നതിനായി പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോഴാണ് പഞ്ചായത്ത് സെക്രട്ടറി VJ ജോജോയുമായി വാക്കുതർക്കമുണ്ടായത്. എഗ്രിമെന്റ് ഒപ്പിടുന്നതിനാവശ്യമായ രേഖകൾ പര്യാപ്തമല്ലെന്നും എഗ്രിമെന്റ് വയ്ക്കാൻ കഴിയില്ലെന്നും സെക്രട്ടറി VJ ജോജോ മനോജിനെയും മാതാവിനെയും അറിയിച്ചു. ഇതോടെയായിരുന്നു സംഘർഷമുണ്ടായത്. സംഭവത്തെ തുടർന്ന് ഓഫീസ് അടച്ച ജീവനക്കാർ പുറത്ത് പ്രതിഷേധം രേഖപ്പെടുത്തി. മുരിക്കാശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിനോടകം നിരവധി തവണ വീടിനാവശ്യമായ രേഖകൾ ഹാജരാക്കിയെങ്കിലും നടപടികൾ പൂർത്തിയാക്കുവാൻ സെക്രട്ടറി തയ്യാറായില്ലെന്നും തന്റെ മാതാവിനെ കൂട്ടി ഓഫീസിലെത്തി കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്നതിനിടെ സെക്രട്ടറി തനിക്കും മാതാവിനും നേരെ അസഭ്യവർഷം നടത്തുകയായിരുന്നുവെന്നും KK മനോജ് പറയുന്നു. ഞാൻ ചെന്ന സെക്രട്ടറി പേരെന്നറിയില്ല, പുറത്തെഴുതി വെച്ചിട്ടുണ്ട്. പുറത്ത് വേണം നോക്കണം, പുറത്തെഴുതി വെച്ചിട്ടുണ്ട്. അത് വേണം നോക്കാൻ. ഞാനൊരു കമ്മീഷൻ മെമ്പറായിട്ട് 6 വർഷമായിരുന്നാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ് റാങ്കിൽ ഞാൻ 6 വർഷക്കാലം. SC/ST വിഭാഗത്തിൻ്റെ എന്നോട് ഇതാണെങ്കിൽ സാധാരണ പട്ടിക വയ്ക്കാനുള്ള എന്താണ് എന്നുള്ളത് ചിന്തിക്കണം. എൻ്റെ അമ്മയെ ചങ്കുപട്ടി ചത്തിലേ ഉള്ളൂ. ഞങ്ങൾ 3 വർഷമായിട്ട് വാടക വീട്ടിലുണ്ട്. ഉണ്ടാകുന്നൊരു വീട് ഇടിഞ്ഞു കൊള്ളുന്നത് ഇതെല്ലാം കളക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്താണ്. അതേസമയം വീടിന് എഗ്രിമെന്റ് വയ്ക്കുന്നതിനായി സ്ഥലത്തിന്റെ കൈവശാവകാശ രേഖ ഉൾപ്പെടെയുള്ളവയുടെ പോരായ്മ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് താൻ ചെയ്തതെന്നും ഇക്കാര്യം സംസാരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി തന്നെ ആക്രമിക്കുകയും ജോലി തടസ്സപ്പെടുത്തി ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമാണ് ഉണ്ടായതെന്ന് സെക്രട്ടറി VJ ജോജോ പറഞ്ഞു. ഇന്ന് രാവിലെ അമ്മയായിട്ട് വന്ന് അവിടെ ഈ അമ്മ വിളിച്ചിരുത്തി കാര്യം പറയാൻ തുടങ്ങുന്നത് ഇദ്ദേഹം എന്താ ഒരു തോർത്തിനകത്തായിട്ട് പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
ഇതാണ് പെട്ടെന്ന് അമ്മയുടെ അടുത്ത് വിളിച്ച് കാര്യം പറയാൻ ഇത് ജില്ലാതല അദാലത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള ലൈഫിൻ്റെ അപേക്ഷ ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പറയാനായിട്ട് ഒരുങ്ങുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ആക്രമിക്കുകയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ചതിനെതിരെ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ വാത്തിക്കുടി പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുമെന്ന് ജനകീയ സമിതി അറിയിച്ചു. അനുവാദമില്ലാതെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് മരം മുറിച്ചു കടത്തിയതിനെതിരെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സ്കൂൾ PTA-യും രംഗത്ത്. അപകട ഭീഷണി ഉയർത്തി നിന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിനീക്കാൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മരം കടത്തിയത്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടാൻ നഗരസഭ അനുമതി നൽകിയിരുന്നു. എന്നാൽ കരാറുകാരൻ അനുമതി നൽകാത്ത പല മരങ്ങളും വെട്ടിമാറ്റുകയും ചെയ്തെന്നാണ് പരാതി ഉയരുന്നത്. തടിക്കഷ്ണങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ സ്കൂളിന് അപകടകരമായി നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്നതിനുമാണ് നമ്മൾ കമ്മിറ്റി കൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിനുള്ള അനുമതി കൊടുത്തത്. എങ്കിൽ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ അനധികൃതമായിട്ട് ഉള്ള മരം മുറിക്കലും അതുപോലെ തന്നെ തടി കടത്തിക്കൊണ്ട് പോകലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നഗരസഭയെയോ സ്കൂൾ അധികൃതരെയോ അറിയിക്കാതെയാണ് വർഷങ്ങൾ പഴക്കമുള്ള മാവു സഹിതം വെട്ടിമാറ്റിയിരിക്കുന്നതെന്നാണ് ആരോപണം. ഇതവിടെ അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ പഴയ അധ്യാപകരും ഈ നാട്ടിലെ ആളുകളെല്ലാം കൂടി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. അപ്പോൾ ആ വിദ്യാലയത്തിൽ നിന്നും അനധികൃതമായി ഇങ്ങനെ മരം മുറിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി കട്ടപ്പന പോലീസ് സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിന് മുകളിലേക്ക് അതിനുള്ള പരാതിയുമായി നഗരസഭയ്ക്ക് പോകേണ്ടി വരും. അനധികൃതമായി മാവ് മുറിച്ചു കടത്തിയതിലും പ്രതിഷേധമുയരുകയാണ്. ഈ ട്രൈബൽ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു വലിയ മാവ് നിന്നിരുന്നു, നല്ലൊരു മാവ്. പക്ഷേ ആ മാവ് ഒരനുമതിയില്ലാതെ അല്ലെങ്കിൽ സ്കൂളുമായിട്ടോ PTA-ആയിട്ടോ ബന്ധപ്പെടാതെ തന്നെ അറിയാതെ അവരാരും അറിയാതെ തന്നെയാണ് ആ മാവ് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. ആ മാവിൻ്റെ തടി ഈ കട്ടപ്പനയുടെ പരിസരത്ത് തന്നെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ പ്രിൻസിപ്പൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി വളരെ ഗൗരവത്തോടെ പോലീസ് അത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പല സംഘടനകളും പരിസ്ഥിതിവാദികളും എല്ലാം ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ. ട്രൈബൽ സ്കൂളിൽ അനധികൃതമായിട്ട് മരങ്ങൾ മുറിച്ച് മാറ്റിയതായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. നഗരസഭ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കെട്ടിടത്തിന് ഭീഷണിയായിട്ടുള്ള മരങ്ങളുടെ ചില്ലകൾ മുറിച്ച് മാറ്റാനാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ചില്ലകൾ മുറിക്കുക മാത്രമല്ല, തടി ഉൾപ്പെടെ ഒരു മാവ് ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടി കൊണ്ടുപോയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് PTA-യുടെയും ആവശ്യം. നമ്മുടെ ഈ മോഷണം പോയ ഈ വസ്തു മുതൽ അദ്ദേഹം എങ്ങോട്ട് കടത്തിയെന്നോ അതിൻ്റെ നഷ്ടം, ഒരു ബിൽഡിങ് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലവും BRCയുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നഷ്ടം വരുത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ഇതിനൊക്കെ PTA-ക്ക് യാതൊരു അറിവുമില്ല. PTA-യുടെ അനുവാദമില്ലാതെ ചെയ്ത ഈ പ്രവൃത്തിക്ക് ശക്തമായ നടപടിയെടുത്ത് മുനിസിപ്പാലിറ്റി ഇതിന് ഇത് ചെയ്യണമെന്നാണ് അറിയിക്കുന്നത്. അനുവാദമില്ലാതെ കടന്നുകയറി മരങ്ങൾ മുറിച്ചു മാറ്റുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതിനെതിരെ സ്കൂൾ അധികൃതർ കട്ടപ്പന പോലീസിൽ പരാതി നൽകി. നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. വണ്ടിപ്പെരിയാർ രാജമുടി സ്വദേശി ജനാർദ്ദനനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. വണ്ടിപ്പെരിയാർ രാജമുടി എസ്റ്റേറ്റ് സ്വദേശി ജനാർദ്ദനനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. രാജമുടിയിൽ പുതുതായി നിർമ്മാണം നടക്കുന്ന വീടിന്റെ കട്ടള ഇവിടെ എത്തിച്ച ശേഷം തിരികെ മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. റോഡിൽ നിന്നും തെന്നിമാറിയ വാഹനം 20 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ അടിയിൽപ്പെട്ട ജനാർദ്ദനന്റെ ദേഹമാസകലം ക്ഷതമേറ്റിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ജനാർദ്ദനനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ദൈവകനിയാണ് ഭാര്യ. പ്രവീൺ, അജയ് എന്നിവർ മക്കളാണ്. തൊടുപുഴ കാളിയാർ വണ്ടമറ്റത്ത് വീട്ടിൽ കയറി ഭർത്താവിനെയും ഭാര്യയെയും മകനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ പിടിയിൽ. വണ്ടമറ്റം സ്വദേശി സുബീഷ്, ഇയാളുടെ ഭാര്യ കനിക, മകൻ ദേവദത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ മാസം 19-ന് രാത്രിയിലായിരുന്നു സംഭവം. വണ്ടമറ്റം സ്വദേശിയായ സുബീഷ്, ഇയാളുടെ ഭാര്യ കനിക, മകൻ ദേവദത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ടിപ്പർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രശ്നത്തിന് കാരണം. ഇടനിലക്കാരനായ ആനന്ദിന് കമ്മീഷൻ നൽകുന്നതുമായി ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ആനന്ദ്, ഇയാളുടെ ജ്യേഷ്ഠൻ അക്ഷയ് അരുൺ, സുഹൃത്തുക്കളായ ആനിമൂട്ടിൽ അജയ് സുരേഷ്, കൂറ്റാംതടത്തിൽ അനന്തു മോഹനൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
ഇവർ സംഘം ചേർന്ന് സുബീഷിന്റെ വീട്ടിൽ എത്തിയതോടെ സുബീഷിന്റെ ഭാര്യ ഇയാളെ വീടിനുള്ളിൽ കയറ്റി കതകടയ്ക്കാൻ ശ്രമിച്ചു. ഇതിനിടെ ഇവർ കതക് തള്ളി തുറന്ന് അകത്ത് കയറിയാണ് ആക്രമണം നടത്തിയത്. സുബീഷിന്റെ പുറത്തിന് ലിവർ കൊണ്ട് അടിക്കുകയും വീട്ടുമുറ്റത്ത് കിടന്ന കാർ അടിച്ചു തകർക്കുകയും ചെയ്തു. കതക് തള്ളി തുറക്കുന്നതിനിടെ ഭാര്യയും മകനും നിലത്ത് വീണു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ 4 പേരെയും കാളിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. CI HL ഹണിയുടെ നിർദ്ദേശപ്രകാരം SI-മാരായ സാബു കെ പീറ്റർ, സജി പി ജോൺ, ഷംസുദ്ദീൻ, സീനിയർ CPO-മാരായ ജോബിൻ കുര്യൻ, ജോബിൻ ജോസഫ്, ദീക്ഷിത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിൽ ഉൾപ്പെട്ട ചില ജനപ്രതിനിധികൾ രംഗത്ത് വന്ന ആരോപണങ്ങൾ ഉയർത്തുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. പഞ്ചായത്തിൽ അഴിമതിയോ പക്ഷപാതപരമായ പ്രവർത്തനമോ ഉണ്ടായിട്ടില്ല. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും അഴിമതി ആരോപിച്ചുകൊണ്ട് ചില ജനപ്രതിനിധികൾ വാർത്ത നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി ഈ നാളിതുവരെ ഒന്നടങ്കമാണ് ചർച്ച ചെയ്ത് വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 22-23 കാലഘട്ടത്തിൽ ഒരുപാട് വർക്കുകൾ ടെൻഡറായി നടക്കാതിരിക്കുമെന്ന സാഹചര്യമുണ്ടായി. ഈ വർഷം വീണ്ടും അത് സ്പിൽ ഓവർ വർക്കിലേക്ക് വന്നതിന് മൂലം നമുക്ക് ഗവൺമെൻറ് ഫണ്ട് ലഭിക്കാത്തതൊക്കെ മൂലം വീണ്ടും കുറച്ച് റോഡുകൾ വെട്ടിക്കുറച്ചുകൊണ്ടാണ്, അതും എല്ലാ വാർഡുകളും തുല്യമായി വിരിച്ചുകൊണ്ടാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതിൽ മറ്റൊരു അഴിമതിയോ ഒരു പക്ഷപാതപരമായ ഒരു പരിപാടിയോ ഇന്നുവരെ നാളിതുവരെ കഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധിക്കും ഉണ്ടായിട്ടില്ല. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെ അത് തെളിയിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ നടക്കും. ഓഗസ്റ്റ് 23 നടക്കുന്ന പരിപാടി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് വൈദ്യുതോർജ്ജം അനിവാര്യമാണ്. ഈ അടിസ്ഥാനത്തിലൂന്നിയാണ് സമകാലിക ലോകം വിവിധ മേഖലകളിലെ വികസന നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നത്. എല്ലാ സർക്കാരുകളും വൈദ്യുതി രംഗത്തിന്റെ ആസൂത്രണത്തിന് പരമപ്രാധാന്യം നൽകുന്നുണ്ട്. സോളാർ എനർജിയിലേക്ക് മാറുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ കർത്തവ്യം ചെറിയൊരളവിൽ നിറവേറ്റാനാണ് സെന്റ് ജോൺസ് ഒരുങ്ങുന്നത്. നേരത്തെ മുതൽ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ നടത്തുന്ന ബ്രദേഴ്സ് ഓഫ് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് എന്ന റിലീജിയസ് കോൺഗ്രിഗേഷൻ്റെ ഒരു മോട്ടോ കൂടിയാണ് നമ്മൾ ഹരിതോർജ്ജത്തിലേക്ക് മാറുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ കമ്മ്യൂണിറ്റികളിലും എല്ലാ സെൻറ്റേഴ്സിലും നമ്മൾ ഇതുപോലെ സോളാർ എനർജി, അതുപോലെ തന്നെ മഴവെള്ള സംഭരണികൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സോളാർ പ്ലാന്റ് നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു തന്നിരിക്കുന്ന, അതിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും ചെയ്തു തന്നിരിക്കുന്ന എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ 23-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് 2:30 നമ്മൾ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ വെച്ച് നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ, ജലസേചന വകുപ്പ് മന്ത്രിയാണ് അത് നടത്തുന്നത്. 23-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കും. ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ, കട്ടപ്പന KECB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി മാത്യു, എൽസോൾ പവർ സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ടിൻസു മാത്യു എന്നിവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ, ജനറൽ മാനേജർ ജേക്കബ് കോര, ഡെപ്യൂട്ടി മാനേജർ ജിജോ വർഗീസ്, കോർഡിനേറ്റർ ജോസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന ക്രമക്കേടുകളിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാനുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി BJP നേതൃത്വം. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിക്കും പരാതി നൽകുമെന്നും BJP പെരിയാർ മഞ്ചുമല ഏരിയ കമ്മിറ്റികൾ അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന വ്യാപക ക്രമക്കേടുകൾ, ഇതുമായി ബന്ധപ്പെട്ട 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട ശേഷമാണ് പൊതുജനങ്ങൾ പോലും അറിയുന്നത്. ഇതോടെയാണ് തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകളിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കുള്ള പങ്കുകൂടി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി BJP നേതൃത്വവും രംഗത്തെത്തിയത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിനും പരാതി നൽകുമെന്നും BJP മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി N രമേശ് പറഞ്ഞു. നടപ്പിലാക്കിയിട്ടില്ല പദ്ധതികളൊന്നും. മാധ്യമ വാർത്തകളിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് വിവരം ജില്ലാ കലക്ടർ നേരിട്ട് അന്വേഷിച്ച്
4 ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്കും വലിയ പങ്കാണ് ഉള്ളത്. കേന്ദ്ര വിഹിതം വെട്ടിച്ചു മാറ്റിയ ജനദ്രോഹ അഴിമതിക്ക് എതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതികൾ നടപ്പിലാക്കണമെന്നാണ് വണ്ടിപ്പെരിയാർ BJPയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന വകുപ്പിനും പ്രധാനമന്ത്രിക്കും പരാതി നൽകാനാണ് BJPയുടെ തീരുമാനം. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം ഒരു തവണ അറ്റകുറ്റപ്പണി നടത്തിയ വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിലും ഭരണകൂടങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത്. ഇതിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകൾക്കെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കർഷക സംഘം കട്ടപ്പന ഏരിയ കൺവെൻഷൻ നടന്നു. കാഞ്ചിയാർ പള്ളിക്കവലിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർ നേരിട്ടിരുന്ന വിവിധ പ്രതിസന്ധികളിൽ കർഷകർക്ക് തണലായി നിൽക്കുകയും പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് കർഷക സംഘം. ഒപ്പം കർഷകരുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളിലടക്കം നാളുകളായി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കട്ടപ്പന ഏരിയ കൺവെൻഷൻ കാഞ്ചിയാർ പള്ളിക്കവലിയിലാണ് സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ മെമ്പർഷിപ്പിനനുസരിച്ചുള്ള വോട്ടൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് സാധാരണ പറയാറുണ്ട്. അത് ഗണിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം ഇത് അങ്ങനെ നടക്കേണ്ട മെമ്പർഷിപ്പ് അല്ല, ഇത് മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലേക്കൊക്കെ മെമ്പർഷിപ്പ് സ്കൂട്ടിനി നടത്തിയെടുക്കുന്ന പോലെ അല്ല ഇത്. ഇത് കൃഷിയോട് താല്പര്യമുള്ള ഏതൊരാൾക്കും കൂടാം. അതാണ് ഭരണഘടന പറയുന്നത്. കേരള കർഷക സംഘം 1956 ഷൊർണൂരിൽ വെച്ച് അന്ന് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമുള്ള എല്ലാ കർഷക സംഘടനകളുടെ യോജിപ്പിച്ചുകൊണ്ട് 1956 കേരള കർഷക സംഘം രൂപീകരിച്ചത്. പക്ഷെ കേരള കർഷക സംഘത്തിന് ഒരു ഭരണഘടനയും പരിപാടിയുണ്ട്, സ്വതന്ത്രമായിട്ടുള്ളൊരു പരിപാടിയാണ്. ആ സ്വതന്ത്രമായ ഭരണഘടന അംഗീകരിച്ച് എവിടെ വെച്ചാണെന്ന് നിങ്ങൾക്കറിയാവോ? പറയുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. കട്ടപ്പന വെച്ചത്. കട്ടപ്പന നമ്മുടെ സംസ്ഥാന സമ്മേളനമല്ലായിരുന്നു. ആ കട്ടപ്പന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേരള കർഷക സംഘത്തിന്റെ ഭരണഘടന അംഗീകരിച്ചു. കേരളം മുഴുവൻ ഇങ്ങനെ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പനയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് നമുക്കൊരു ഭരണഘടന അംഗീകരിച്ചത്. അപ്പൊ സ്വന്തമായി ഭരണഘടനയും പരിപാടിയും ഉള്ള കർഷകരെ മാത്രം കൂട്ടുന്ന, കർഷകരെ സ്നേഹിക്കുന്നവർക്കെല്ലാം മെമ്പർഷിപ്പ് എടുക്കാവുന്ന, കുടുംബ മെമ്പർഷിപ്പ് എടുക്കാവുന്ന ഒരു വലിയ സംഘടനയാണ് നമ്മുടെ. ഏരിയ പ്രസിഡന്റ് ജോയി ജോർജ് അധ്യക്ഷനായിരുന്നു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ടോമി ജോർജ്, MC ബിജു, KP സുമോദ്, KC ബിജു, സാലി ജോളി, മിനി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ 30 അംഗ കമ്മിറ്റിയിൽ പ്രസിഡന്റായി ജോയി ജോർജിനെയും സെക്രട്ടറിയായി മാത്യു ജോർജിനെയും തെരഞ്ഞെടുത്തു. കേരള കോൺഗ്രസ് എം ഭരണം കയ്യാളിയിരുന്ന മുരിക്കുംതൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തെ വലതുപാളയത്തിലെത്തിച്ച് UDF. ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF പാനൽ വിജയിച്ചു. മുരിക്കുംതൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ UDF പാനൽ വിജയിച്ചു. കേരള കോൺഗ്രസ് എം ഭരണം കയ്യാളിയിരുന്ന മിൽമയുടെ ഭരണമാണ് UDF തിരിച്ചുപിടിച്ചത്. കേരള കോൺഗ്രസ് എം മുന്നണി മാറിയതിനു ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാനായില്ല. ജനറൽ വിഭാഗത്തിലെ ആന്റണി ദേവസ്യ കൊണ്ടാട്ടുപറമ്പിൽ, അതുപോലെ തന്നെ ഏലിയാസ് PP പായിക്കാട്ട്, ജോസഫ് MP മാതയ്ക്കൽ, രവീന്ദ്രൻ VK വട്ടക്കുന്നേൽ എന്നീ 4 പേരും, അതുപോലെ തന്നെ ജിബിൻ തോമസ് മണിയാട്ട് എതിരില്ലാതെ ഇങ്ങനെ 5 പേര് ജനറൽ വിഭാഗത്തിലെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലെ റോസ്കി ജോസ് ആലനോലിക്കൽ, മോളി ജോണി പൂരാപ്പള്ളി എന്നിവർ ബാലറ്റിലൂടെയും, അതുപോലെ തന്നെ ബിൻസി വി ചാക്കോ മൈലത്തോട്ടത്തിൽ എതിരില്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ വിഭാഗത്തിലേക്ക് 7 പേരും വനിതാ വിഭാഗത്തിലേക്ക് 2 പേരും 40 വയസ്സിൽ താഴെ ജനറൽ വിഭാഗത്തിൽ ഒരാളും വനിതാ വിഭാഗത്തിൽ ഒരാളുമാണ് മത്സരിച്ചത്. ഇതിൽ 40 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ 2 പേരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വരണാധികാരി സൗമ്യ റേച്ചൽ വർഗീസ്, പോളിംഗ് ഓഫീസർ LC രജികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്.
ഉപ്പുതറ മാർക്കറ്റിൽ പഞ്ചായത്തിന്റെ മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന പൊതു ശൗചാലയം പൊതുജനങ്ങൾക്കും മാർക്കറ്റിലെ വ്യാപാരികൾക്കും തലവേദന സൃഷ്ടിക്കുന്നു. ശൗചാലയവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഉപ്പുതറയിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ശൗചാലയമാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ളത്. ഇതുവഴി കടന്നു പോകണമെങ്കിൽ തന്നെ മൂക്കുപൊത്തണം. കൂടാതെ ശൗചാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നിയോഗിച്ച കരാറുകാരൻ നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും കണ്ണിൽ പൊടിയിട്ട് ബില്ല് മാറിയതായും ആക്ഷേപമുണ്ട്. ഇപ്പം നമ്മുടെ ഉപ്പറയിൽ പൊതു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ ആകെ കച്ചവടക്കാരായാലും പൊതുജനങ്ങളായാലും ഉപയോഗിക്കുന്നത് ആ മാർക്കറ്റിലെ ടോയ്ലറ്റാണ്. അത് 3 മാസം മുമ്പാണ് മെയിൻ്റനൻസ് ചെയ്തിട്ടുള്ളത്. ആ മെയിൻ്റനൻസ് ചെയ്തതിലും അഴിമതിയാണ് നിലനിൽക്കുന്നത്. അപ്പം ആ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ മാർക്കറ്റിലുള്ള ജീവനക്കാർ ഇപ്പം ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ടോയ്ലറ്റിലെ ക്ലോസറ്റ് അടക്കം തകർന്ന് നിൽക്കുന്ന സാഹചര്യമാണ്. അതിൻ്റെ ബില്ലും ഈ കഴിഞ്ഞ കാലത്തിലാണ് ഈ മെമ്പർ മാറിയിട്ടുള്ളത്. ഈ പഞ്ചായത്തിലെ മുഴുവൻ വർക്കും പിടിക്കുകയും ചെയ്യും. പക്ഷേ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി ചെയ്യത്തുമില്ല എന്ന നിലയിൽ നിൽക്കുകയാണ്. 18ഓളം വർക്കുകൾ ഇപ്പോഴും പൂർത്തീകരിക്കാൻ ഉണ്ട്. ഇപ്പോഴും പെൻഡിംഗ് ആയിട്ട് വർക്ക് കോൺട്രാക്ട് പിടിച്ചിരിക്കുകയാണ്. തന്നെ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഈ കരാറുകാരൻ പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ ഏറ്റെടുത്തെങ്കിലും പലതും പൂർത്തീകരിച്ചിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ്. അധികൃതർ ഇടപെട്ട് ശൗചാലയം കൃത്യമായ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം. കൽക്കട്ടയിലെ വനിതാ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിൽ പ്രതിഷേധ ദീപം തെളിയിച്ചു. PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. PSC എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന PSC ഓഫീസ് പരിസരത്താണ് പ്രതിഷേധവും ദീപം തെളിയിക്കലും നടന്നത്. PSC ജില്ലാ ഓഫീസിൽ ഷാജി കച്ചുംബ്രോൺ ദീപം തെളിയിച്ചു. ജില്ലാ പ്രസിഡന്റ് ദിവ്യ PD അധ്യക്ഷയായിരുന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CJ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു. വളരെ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി ഒരു ഡോക്ടർ, ആ ഡോക്ടർ തൊഴിൽ ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ആദ്യം പ്രതികരിച്ചത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള നിലയിലാണ്. വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു യുവ ഡോക്ടറുടെ മരണത്തെ ആത്മഹത്യ എന്നുള്ള രീതിയിൽ വലിച്ചു തീർക്കുന്നതിനും ആവശ്യമായ നടപടികൾ ആദ്യം എടുക്കാതിരിക്കുകയും രാജ്യത്തുടനീളം വൻ പ്രതിഷേധം ഉണ്ടായതിനു ശേഷമാണ് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനും അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനും പ്രവർത്തകരുൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്തുടനീളം ഉണ്ടായത്. ജില്ലാ സെക്രട്ടറി സുജിത കൃഷ്ണൻ, വനിതാ കൺവീനർ ആതിര നായർ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നിർഭയ കൊലപാതകം നടന്ന സമയത്തും ഇതുപോലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. അന്ന് തന്നെ സ്ത്രീ സമത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും ഒക്കെ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ അതൊരു രാത്രിയിലാകാം, ഒരു ബസ്സിലാകാമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു യുവ ഡോക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും സ്ത്രീ സുരക്ഷിതയല്ല എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ക്രൂരമായ നടപടി നടന്നിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ശക്തമായ നിയമങ്ങളും എല്ലാം വരേണ്ടതുണ്ട്. PSC എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളായ നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട്ടിൽ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ച 30 വീടുകളുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ന്യൂസ് പേപ്പർ ചലഞ്ചിന്റെ ഇടുക്കി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു. തോപ്രാങ്കുടിയിൽ വെച്ച് നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര ഉദ്ഘാടനം ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 30 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ന്യൂസ് പേപ്പർ ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് അരിയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങളെല്ലാം നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എത്തിച്ചു കൊടുത്തു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മളവിടെ 30 വീടുകൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുക്കാമെന്ന് വെച്ചിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നമുക്ക് ആരംഭിക്കണം. കാരണം അവിടെ വീട് നഷ്ടപ്പെട്ടവരെയൊക്കെ മറ്റ് വാടക വീടുകളിലൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. കാരണം ഭവന നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. തോപ്രാങ്കുടിയിൽ വെച്ച് നടത്തിയ ന്യൂസ് പേപ്പർ ചലഞ്ചിന്റെ ഇടുക്കി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഐമനം
മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോർജ് വടക്കേലിന്റെ കയ്യിൽ നിന്നും നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണംചേരി ന്യൂസ് പേപ്പറുകൾ ഏറ്റുവാങ്ങി. യൂത്ത് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് നിതിൻ ജോയി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, വിനോദ് ജോസഫ്, ഐപ്പ് അറുകാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് കൈത്താങ്ങുമായി AYF ദേവികുളം യുവതി സബ് കമ്മിറ്റി. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ സമ്മാന കൂപ്പൺ ചലഞ്ചുമായിട്ടാണ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത്. ദുരിതബാധിതർക്ക് AYF സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വീടുകളുടെ നിർമ്മാണ ചിലവിലേക്കാണ് സമ്മാന കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന 10 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ വീടൊരുക്കി നൽകുവാനാണ് AYF സംസ്ഥാന കമ്മിറ്റി ലക്ഷ്യമിട്ടിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ ശ്രമത്തിന് പിന്തുണയും സഹകരണവും നൽകിയാണ് ദുരിതബാധിതരെ കൈപിടിച്ചുയർത്തുവാൻ ലക്ഷ്യമിട്ട് AYF ദേവികുളം യുവതി സബ് കമ്മിറ്റി കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. അതിൽ നമ്മളുடைய AYF-னுடைய இளம் பெண்கள் பேரவை தேவிகுளம் மண்டலத்துடைய இளம் பெண்கள் பேரவைன்றது இதுல நம்ம எல்லாரும் சேர்ந்து இளம் பெண்கள் வந்து ஒரு கூப்பன் சேலஞ்ச் எடுக்கலாம்னு நம்ம தீர்மானிச்சிருக்கோம். அந்த கூப்பனுக்கு வந்து 50 ரூபாய் கூப்பனு. இந்த 50 ரூபாய் கூப்பன்ல வந்து நமக்கு வந்து முதல் பரிசு கோல்டு காயின், ரெண்டாவது பரிசு LED டிவி, மூணாவது பரிசு இண்டக்ஷன் ஸ்டவ். அப்போ நம்ம ஒவ்வொரு எஸ்டேட்லையும் நம்ம ஒரு எல்லாருக்கும் கொடுக்கலாம். இதில் கட்சி பாகுபாடு கிடையாது. எல்லாருக்கும் நீங்கள் கூப்பன் கொடுக்கலாம். ஏன்னா இது வயநாட்டினுடைய மக்களுக்கு வேண்டி நம்ம ஒரு கைத்தாங்குக்கு வேண்டி செய்கிற പ്രോഗ്രാം. കൂപ്പൺ ചലഞ്ചിന്റെ ഉദ്ഘാടനം CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, ഗണേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 50 രൂപയാണ് കൂപ്പൺ നിരക്ക്. അടുത്ത മാസം 14 മൂന്നാറിൽ വെച്ച് കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും. ഒന്നാം സമ്മാനം ഗോൾഡ് കോയിനും രണ്ടാം സമ്മാനം LED ടിവിയുമാണ്. സമ്മാന കൂപ്പൺ ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക പ്രവർത്തകർ AYF സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്ത് വയനാടിന് കൈത്താങ്ങായി ന്യൂസ് പേപ്പർ ചലഞ്ച് നടന്നു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാടിനായി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകളുടെ ധനശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂസ് പേപ്പർ ചലഞ്ച് സംഘടിപ്പിച്ചത്. പരിപാടി DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ഉദ്ഘാടനം ചെയ്തു. സാഹസികമായ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി, അതിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് ഭാരവാഹികൾ, കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആരംഭിക്കാൻ പോകുന്ന ഈ പേപ്പർ ചലഞ്ച് എന്ന് പറയുന്നത് തികച്ചും മാതൃകാപരവും സൃഷ്ടിപരവും പാവനാപരവുമായ ഒരു കാര്യമായിട്ട് ഞാനിതിനെ കാണുകയാണ്. കാരണം അഴിമതിയുടെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുടെയും കടപുരുളാതെ മനുഷ്യജീവിതത്തെ ചേർത്ത് പിടിക്കാനും അവരുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും നമ്മോട് ചേർത്ത് അവർക്ക് ആത്മശാന്തി ധൈര്യം കൊടുക്കാനുള്ള ഒരു പ്രവൃത്തിയുടെ ഭാഗമാണിത്. ഇതത്ര നിസ്സാരമായ കാര്യമാണ് എന്ന് നമ്മളാരും കരുതണ്ട. പക്ഷേ എല്ലാ മനസാക്ഷികളുടെയും അംഗീകാരം ഈ വിഷയത്തിൽ ഉണ്ടാവണം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണംചേരിയിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, ജോമോൻ തെക്കേൽ, രാജലക്ഷ്മി അനീഷ്, സണ്ണി കക്കുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം ആർട്ട് ഫിയസ്റ്റ എന്ന പേരിൽ നടന്നു. സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്ററും അഭിനേതാവുമായ S. സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം ആർട്ട് ഫിയസ്റ്റ 2024 എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്ററും അഭിനേതാവുമായ S. സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു. കലയും സംസ്കാരവും പോയ കാലത്തിന്റെ തിരുശേഷിപ്പുകളാണെന്നും അവയെ തിരികെ പിടിക്കേണ്ടത് അനിവാര്യതയാണെന്നും സൂര്യലാൽ പറഞ്ഞു. നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയണം. ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കും, മിമിക്രി അവതരിപ്പിക്കും, പാട്ട് പാടും, അങ്ങനെ കുറേയധികം പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കുറേയധികം നല്ല കൂട്ടുകാർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനായി കൂടെ ഉണ്ടാവും. കുറച്ച് പേർ അവന് വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയും, അല്ലേ? അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ല കൂട്ടുകാരെ കൂടെ കൂട്ടി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീരുമാനങ്ങൾ നമ്മുടേതാണ്. പ്രോഗ്രാം കൺവീനർ റാണി ജോർജ് അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, മലയാള വിഭാഗം അധ്യാപകൻ VJ പ്രദീപ് കുമാർ, സിന്ധു വിനോദ്, അക്ഷയ്മോൻ രാജൻ എന്നിവർ സംസാരിച്ചു. സ്കൂളിന്റെ ഉപഹാരവും സൂര്യലാലിന് സമർപ്പിച്ചു.
അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ. മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSKയുടെ 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് LP സ്കൂളിൽ സ്റ്റാർസ് പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ലാസ് റൂമുകളുടെ നവീകരണം, കുട്ടികൾക്കായുള്ള പാർക്ക് തുടങ്ങിയ വിവിധ തരം പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കുവാനും കമ്മിറ്റി രൂപീകരിക്കുന്നതിനും വേണ്ടിയാണ് യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ. മോൾ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ വരുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഈ സ്കൂളിൽ നടക്കുമ്പോൾ നല്ലൊരു പബ്ലിസിറ്റി ഇതിനകത്ത് ഉണ്ടാവണം. പരമാവധി നമുക്ക് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു കൂടിയാലോചന വേണം. അതോടൊപ്പം തന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് സാമ്പത്തികം ആവശ്യമാണ്. ഇതിനെല്ലാം സാമ്പത്തികം ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പരിപാടി ഭംഗിയാക്കുവാൻ കഴിയില്ല. അതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടുകൂടി നമുക്കിത് നല്ല രീതിയിൽ ഈ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടത്തണം. പ്രത്യേകിച്ച് നമുക്ക് മിനിസ്റ്ററെ വിളിക്കണം, മറ്റേ MLA ഉണ്ട്, നമ്മുടെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുണ്ട്, അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഉദ്ഘാടനമല്ല, ഔപചാരികതയൊന്നുമില്ലാതെ നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം ഇതിന്റെ ഉദ്ഘാടനമാണ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് നടത്തപ്പെടേണ്ടത്. ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി അധ്യക്ഷയായിരുന്നു. തുടർന്ന് ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ വിനീത് കുമാർ അംഗങ്ങൾക്ക് വർണ്ണക്കൂടാരം പദ്ധതിയുടെ വിശദീകരണം നൽകി. ഹെഡ്മിസ്ട്രസ് റാണി തോമസ്, സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ CK, PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ NCC കേഡറ്റുകൾ ലോക വയോജന ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വൃദ്ധയായ ഓടച്ചുവട്ടിൽ എലിക്കുട്ടി ജോസഫിനെ കേഡറ്റുകൾ വീട്ടിലെത്തി ആദരിച്ചു. ലോക വയോജന ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ NCC കേഡറ്റുകൾ വൃദ്ധയായ എലിക്കുട്ടി ജോസഫിനെ വീട്ടിലെത്തി ആദരിച്ചത്. പ്രായമായവരെ സംരക്ഷിക്കേണ്ട ആവശ്യകത കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പഴയകാല ജീവിത രീതിയും ജീവിത സാഹചര്യങ്ങളും അവർ കുട്ടികളുമായി പങ്കുവച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് പോസ്റ്റർ രചനാ മത്സരം, ചർച്ച തുടങ്ങിയവയും നടന്നു. NCC ഓഫീസർ മധു K. ജെയിംസ്, സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, NCC കേഡറ്റുകളായ മരിയ, ബിയോണ C. സ്കറിയ, ക്രിസ്റ്റ ഷിബു, ബ്രിറ്റോ ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡും ശ്രീറാം ഫൗണ്ടേഷനും ചേർന്ന് കട്ടപ്പനയിൽ സ്കോളർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡും ശ്രീറാം ഫൗണ്ടേഷനും ചേർന്നാണ് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചത്. 2024-25 വർഷത്തെ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിന്റെ ആദ്യഘട്ട വിതരണമാണ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർന്ന് വലിയവരായി കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കണം, ഞാൻ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ സന്നദ്ധയാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുടുംബിനിയാണ്, ഒരു വീട്ടമ്മയായിരുന്നു. എനിക്കും എൻ്റെ മക്കൾക്കും ഇതുപോലെ ഒരുപാട് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അന്നും എനിക്ക് എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം, മക്കളെ, നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ എന്നും ഒരിക്കലും മറക്കരുത്. ചടങ്ങിൽ 120-ലധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി. ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ് പ്രസിഡന്റ് R. പ്രദീപ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ മുൻ വൈസ് ചെയർമാൻ ജോയി അനിത്തോട്ടം, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാഞ്ചിയാർ പള്ളിക്കവലിയിൽ അപ്രതീക്ഷിതമായി വനത്തിൽ നിന്നും ഒരു അതിഥി എത്തി. നാട്ടിലിറങ്ങിയ കാട്ടിലെ സുന്ദരിയായ മയിലിനെ കണ്ട് ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് നാട്ടുകാരും. കാടായാലും വീടായാലും തനിക്കൊന്നുമില്ലെന്ന കൂസലിലാണ് ഈ മയില്. കാഞ്ചിയാർ പള്ളിക്കവല പേഴുങ്കണ്ടം റോഡിലാണ് കൗതുക കാഴ്ചയായി മയിലിന്റെ കടന്നുവരവ്. ഏകദേശം ഒരാഴ്ചയായി ഈ അതിഥി ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. അഞ്ചുരുളി വനത്തിൽ നിന്ന് വഴിതെറ്റി വന്നതാകാനാണ് സാധ്യത. വനാന്തരീക്ഷത്തിന്റെ ചുറ്റുപാടിൽ നിന്നും നാട്ടിലെത്തിയതിന്റെ ഭീതിയൊന്നും ഇദ്ദേഹത്തിനില്ല. വീടിന്റെ മുറ്റത്തും തിണ്ണയിലുമെല്ലാം ഒരു പേടിയും കൂടാതെ കറങ്ങി നടപ്പാണ് ആശാന്റെ ജോലി.
അതിഥിയായി എത്തിയ മയിലിനെ കാണാൻ നാട്ടുകാരും ഒത്തുകൂടി. പിന്നെ ഒരല്പം ഗമയിലായി ഈ അതിഥി. പിന്നെ കാഴ്ചക്കാരുടെ കണ്ണിന് അങ്ങനെ പിടിതരാനും ഉദ്ദേശമില്ല. പതിയെ കുറ്റിക്കാടുകളിലേക്ക് ഒളിക്കാൻ തുടങ്ങി. സാധാരണ 75 മില്ലിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് മയിലുകളെ കാണാറുള്ളത്. എന്നാൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയായ കാഞ്ചിയാറിൽ മഴയ്ക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന വരൾച്ചയുടെ സൂചകമാണെന്ന് ചിലർ വാദിക്കാനും തുടങ്ങി. എന്നാൽ കാട്ടിൽ നിന്ന് വഴിതെറ്റി ഇവിടെ പെട്ടതാണെന്ന് മറ്റു ചിലർ. ഇങ്ങനെയൊക്കെ ആയാലും തെരുവ് നായ്ക്കളുടെ കണ്ണിൽപ്പെട്ടാൽ മയിലിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇന്ത്യയുടെ ദേശീയ പക്ഷിയും സംരക്ഷിത ജീവി വിഭാഗത്തിൽപ്പെട്ടതുമായ മയിലിനെ വനപാലകർ സംരക്ഷിച്ച് കാട്ടിലേക്ക് അയക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 81, വിൽപ്പനയ്ക്ക് വന്നത് 16,883, വിൽപ്പന നടന്നത് 15,446, കൂടിയ വില 2,466, ശരാശരി വില 2,137. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 635 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1700, കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,680 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തിയ അനധികൃത പാറ ഖനനം. നിർമ്മാണം നടക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള ഗ്യാപ് റോഡിന്റെ താഴ്ഭാഗത്ത് ചൊക്രമുടിയിൽ. നൂറുകണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തിയതായും തടയണ കെട്ടി ഗോത്രജനതയുടെ കുടിവെള്ളം തടസ്സപ്പെടുത്തിയതായും ആരോപണം. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം തുടരുന്നു. വൈസ് ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രമേയത്തിൽ ഒപ്പിട്ട 5 മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഹാജരായില്ല. ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഊരുമൂപ്പന്മാർ. വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു. അതേസമയം വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്ത്. കുമളി വ്യാപാര ഭവനിൽ വനിതാ കമ്മീഷൻ ഇടുക്കി ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. മദ്യപാനശീലം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാഴ്ചകളാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തുകളിലുടനീളം കാണാൻ കഴിയുന്നതെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.